ശരിക്കും എല്ലാ സ്ഥാപനങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു മികച്ച അക്കൗണ്ടന്റിനാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു അക്കൗണ്ടന്റ് ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മുമ്പ് ഒരു അക്കൗണ്ടന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ചെയ്തിരുന്ന അതേ ജോലി തന്നെ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് രണ്ടാമത് വന്ന അക്കൗണ്ടന്റും ചെയ്യുക. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഒരു അക്കൗണ്ട്സിനെ കൊണ്ടുപോകാം. നമ്മുടെ കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ വർഷത്തെ ഇതിൻ്റെയൊക്കെ P&L ഷീറ്റ് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, എവിടെ ചിലവ് കുറയ്ക്കാം, എവിടെ നമുക്ക് ചിലവ് കൂട്ടാം, മീൻസ് പ്രൊഡക്റ്റീവായ ഏരിയയിൽ എങ്ങനെ ചിലവ് കൂട്ടാം, ചിലവ് കൂട്ടിയിട്ട് കൂടുതൽ ഇൻകം കൊണ്ടുവരാം, അനാവശ്യമായിട്ട് പോകുന്ന പൈസ എവിടെയാണ്, ഇതൊക്കെ വളരെ കണ്ടെത്തിയിട്ട് വളരെ കൃത്യമായിട്ട് ബിസിനസ് മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതിലൂടെ ഏറ്റവും മികച്ച അക്കൗണ്ടൻ്റായിട്ട് നമുക്ക് മാറാൻ കഴിയും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണ്, ആദ്യത്തെ അക്കൗണ്ടന്റ് ചിലപ്പോൾ ഒരു വൗച്ചർ എഴുതി കൊടുക്കുന്ന ഒരു ടാസ്ക് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ടാസ്ക്കാണ് രണ്ടാമത് വന്ന അക്കൗണ്ടന്റും ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും എങ്ങനെയെങ്കിലും വ്യത്യസ്തമായിട്ട് കൂടുതൽ നോളജ് അക്വയർ ചെയ്ത് എങ്ങനെ ആ സ്ഥാപനത്തിനെ ഏറ്റവും ടോപ്പ് പ്രൊഫൈലിലേക്ക് എത്തിക്കാൻ ഒരു അക്കൗണ്ടന്റിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.